ഹായ് കൂട്ടുകാരെ, ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പാൽച്ചേമ്പ് കൊണ്ടുള്ള ഒരു തോരനാണ്. വളരെയേറെ ഔഷധ ഗുണമുള്ള പാൽച്ചേമ്പ് ഞാൻ മുറ്റത്ത് തന്നെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. തൊടിയിലും ഉണ്ട്. ഇതിൻ്റെ ഇലകൾ കൊഴിയുന്ന, ഉണങ്ങി വീഴുന്ന സമയത്താണ് നമ്മളിതിൻ്റെ കിഴങ്ങ് എടുക്കാറ്. അപ്പോൾ നമുക്കിതിൻ്റെ ഇളം തണ്ട് മുറിച്ചെടുക്കാം. വലിയ വലിയ ഇലകളാണ്. ഏറ്റവും ഇളയതിനെയാണ് ഞാൻ പറിച്ചെടുക്കാൻ പോകുന്നത്. ഇവനെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു തണ്ട് തന്നെയാണ്. ഇത് ഒരെണ്ണം മതിയാവും തോരന്. ചേമ്പിൻ്റെ തോലൊക്കെ ചെത്തി മാറ്റിയിട്ടുണ്ട്. ഏറ്റവും അറ്റത്തുള്ള ഈ ഭാഗം എടുക്കേണ്ടതില്ല. ഇതിന് കുറച്ച് കട്ടി കൂടും. താഴെ ഭാഗം നമ്മൾ എടുത്താൽ മതിയാകും. ഇതിൻ്റെ തോലും അതിൻ്റെ അറ്റത്തുള്ള ഇലയും ഒക്കെ ചെത്തി മാറ്റി കളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഷേപ്പിലാണ് നുറുക്കിയെടുത്തിട്ടുള്ളത്. ഇത് ഒന്നും കൂടി നമുക്ക് കഴുകി മാറ്റി എടുക്കാം. അരപ്പിനായിട്ട് ഞാൻ കാൽമുറി നാളികേരം ചിരവിയെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ളതാണ്. 4-5 ചെറിയുള്ളി കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം, അവിയലിന് ചതയും പോലെ. എൻ്റെ ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയിലാണ് ഞാൻ ഈ തോരൻ വെച്ചെടുക്കുന്നത്. ഇപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വന്ന വെളിച്ചെണ്ണയിലേക്ക് ഒരു 4 ചെറിയുള്ളി ഇങ്ങനെ അരിഞ്ഞതും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൊരിഞ്ഞു വരട്ടെ. മിക്സിയുടെ ചെറിയ ജാറിൽ ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഉള്ളി ഇപ്പം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ കഴുകി വെച്ച ചേമ്പിൻ തണ്ടിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. തീ ഒന്ന് കുറച്ചാൽ മതിയാകും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. 5 മിനിറ്റ് കഴിയുമ്പോഴേക്ക് തന്നെ ഇതിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങി വരും. ഇത് പകുതിയായി മാറും, ചുരിഞ്ഞു വരും. ഉപ്പ് പാകത്തിനിടാൻ മറക്കരുത്. വല്ലാതെ ഇതിൽ ഉപ്പ് പിടിക്കില്ല. അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഇടാൻ. വളരെ ആരോഗ്യപ്രദമാണ് ഈ ഒരു ചേമ്പിൻ തണ്ട് തോരൻ. ഇനി നമുക്ക് ഇത് വെന്ത് കഴിയുമ്പം അരച്ച് വെച്ച നാളികേരം കൂടി ചേർത്ത് കൊടുക്കണം. ഇത് കഞ്ഞിക്കാണ് കൂടെ കൂട്ടാൻ ഉത്തമം. അപ്പോൾ നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ വെള്ളം പറ്റുന്നത് വരെ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ മതിയാകും. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം.